നിങ്ങൾക്ക് 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ്, മികച്ച മൈലേജുള്ള സ്പോർട്ടിയർ ലുക്കുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ബജാജിൻ്റെ പൾസറിനെ വിസ്മരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇത് നമ്മളുള്ളതും അത്തരത്തിലൊരു പൾസറിൻ്റെ കൂടെയാണ്. ബജാജ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ പൾസർ 150. കൂടുതൽ സ്പോർട്ടി ലുക്കാണ്, കൂടുതൽ മികച്ച മൈലേജ് ആണ്, മികച്ച പ്രൈസിംഗ് ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പൾസർ P150 എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. രണ്ട് വാഹനം നമ്മളുടെ കൂടെയുണ്ട്, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പൾസറിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2001 പൾസർ എന്ന് പറയുന്ന മോഡലിനെ ബജാജ് ആദ്യമായിട്ട് വാഹന വിപണിയിലേക്ക് ഇറക്കുന്നത്. ശരിക്കും പൾസർ ഒരു വികാരമായിരുന്നു എന്നൊക്കെ പറയാം. ആ ഒരു കാലത്ത്, അതായത് പൾസർ ആദ്യമായിട്ട് വാഹന വിപണിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻ മികവൊന്നും ആയിരുന്നില്ല പൾസർ ഉണ്ടായത്. വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു യുണീക്ക് സ്റ്റൈലായിരുന്നു. അതിൽ നിന്ന് പതുക്കെ പൾസർ മോഡലിന് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന P150 എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഇതുവരെ നമ്മൾ പൾസറിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈൻ മികവ് എന്ന് വേണമെങ്കിൽ ഏറ്റവും പുതിയ പൾസർ P150 വിശേഷിപ്പിക്കാം. എന്നാൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ചില മോഡൽ NS പോലത്തെ ചില മോഡലുകളും ചില എലമെന്റുകളും ഈ ഒരു P150 വന്നിട്ടുണ്ട് എന്നുകൂടി പറയാം. ഒരുപാട് യുണീക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു യുണീക്നെസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം കുറച്ചും കൂടി കൂടുതൽ വിസിബിലിറ്റി രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടും. പ്രൊജക്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ മികവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കളറാണ്. കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ ലുക്ക്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടു, നൈസ്. അതുപോലെ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. മോണോക്കോക്ക് സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഒരു ABSൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് കാണാം. അപ്പോൾ അപ്പുറത്ത് നമുക്ക് വേറെ വാഹനം കിടക്കുന്നുണ്ട്, ബ്ലാക്ക് കളർ. അപ്പം രണ്ട് കളർ വേരിയൻറ്റ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു വേരിയൻറ്റും ഈ ഒരു വേരിയൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഡിസ്ക് ബ്രേക്കാണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. ഇത് നമുക്ക് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് 1,19,750 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീണ്ടും സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലോങ് വീൽ ബേസ് വാഹനമാണ്. അതുപോലെ തന്നെ ഇവിടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. 14.5 PS പവർ, അതായത് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് പവർ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷനിലേക്ക് വന്നു. അത് കുറച്ചും കൂടി ഒരു പ്രസൻസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അലോയ് വീലൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മോണോക്കോക്ക് സസ്പെൻഷൻ്റെ ഭാഗവും നമുക്ക് അവിടെ കാണാൻ കഴിയും. P150 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽസ്, ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ. ഒരു ചെറിയ കൊമ്പ് പോലെ രണ്ട് ഭാഗമായിട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് സീറ്റാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പുറത്തെ വേരിയൻറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. കുറച്ചുകൂടി ഒരു കംഫർട്ടൊക്കെ ഉണ്ട്. കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള തരത്തിൽ നൈസ്. അതുപോലെ തന്നെ ഈ ഒരു റൈഡിങ് പൊസിഷൻ നല്ലതായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എല്ലാ ഹൈറ്റിലുള്ള ആളുകൾക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആളുകൾക്കും വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തത്. 14 ലിറ്ററിൻ്റെ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് കുറച്ചുണ്ട് ഫ്രണ്ടിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ കൊടുത്തു. അവിടെ നമുക്ക് പൾസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നൈസ് അല്ല സംഭവം. USB ചാർജിങ് പോർട്ട് ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ. പവർ ബാങ്ക് കൂടെ കൊണ്ടുനടക്കേണ്ട, ഇത് തന്നെ എടുത്ത് ചാർജ് ചെയ്യാം. കൊള്ളാം. ഇഗ്നീഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി മീറ്റർ കൺസോളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡിജിറ്റലും അതുപോലെ തന്നെ അനലോഗും തമ്മിൽ ക്രമീകരിച്ചിട്ടുണ്ട്. രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ ശരിയൊരു വൈസർ പോലൊരു ഭാഗമൊക്കെ കൊടുത്ത് ക്രമീകരിച്ചു. ബട്ടൺസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പാസ് ലൈറ്റ് ഇവിടെ കാണാം. അതുപോലെ തന്നെ എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. എക്സോസ്റ്റ് നോക്കിയാൽ നൈസ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വളരെ ചെറിയൊരു എക്സോസ്റ്റ് മാത്രമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി എഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്കൊരു ബജാജിന്റെ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. P150 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി 150 cc എഞ്ചിനാണ് വരുന്നത്. 14.5 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 13.5 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ 48 km/ലിറ്റർ മുതൽ 49 km/ലിറ്റർ വരെ, അതായത് ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഹോണിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹോൺ വരുന്നത്. ഇത് നമ്മൾ ഡിസ്ക് ബ്രേക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബാക്കിലും ഡിസ്ക് ബ്രേക്കാണെന്ന് പറഞ്ഞു. 280 mm ഡയമീറ്ററുള്ള ഡിസ്ക് ബ്രേക്കാണ് ബാക്കിലേക്ക് വരുന്നത്. അത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 260 mm ആണ്. അപ്പോൾ ബ്രേക്ക് എഫിഷ്യൻസി ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു പുതിയ മോഡലാണ്, പുതിയ ഡിസൈൻ ആണെന്ന് പറയുമ്പോൾ സമയത്ത് ഇതൊരു പുതിയ വാഹനമാണ് എന്ന് തന്നെ പറയേണ്ടത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ചേസിസ് ഒരു ട്യൂബുലാർ ഫ്രെയിം ചേസിസ് എന്നാണ്. അതായത് ഒരു പുതിയ ചേസിസ് തന്നെയാണ് പൾസർ P150 വരുന്ന സമയത്ത് ബജാജ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ ചെന്നിട്ടുള്ളത്
KVR ബജാജ് ആണ്. അപ്പം KVR ബജാജ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് പെരിന്തൽമണ്ണയിൽ KVR ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ തിരൂരിലേക്ക് വരുന്ന സമയത്ത് KVR ബജാജ് ബൈക്സ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് 2 സ്ഥാപനങ്ങളുണ്ട്. ഇവരടുത്തു നിന്നാണ് നിങ്ങൾ വാഹനം വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടുപോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ്, ഇപ്പം ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു ബൈക്കൊക്കെ എടുക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യക്ക് അടിക്കണമെന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരിക, അത് സ്വാഭാവികമാണ്. നമ്മളെപ്പോഴും റൈഡിന് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ റൈഡ് പോകുന്ന സമയത്ത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് വാറണ്ടി ആയിട്ട് KVR അവരുടെ ഒരു സമ്മാനമായിട്ട്, അതായത് ഈ ബൈക്ക് എടുക്കുന്നവർക്ക് ഒരു സമ്മാനമായിട്ട് 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ആരെങ്കിലും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ KVRനെ ബന്ധപ്പെടുക. നല്ലൊരു ഓഫർ അല്ല, ഇതിന് കൂടുതൽ അടിപൊളി ഒരു ഓഫർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇത് റൈഡേഴ്സിന്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, വിളിച്ചു നോക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പുപ്പെടുത്തിക്കൊണ്ട് ഇനി നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയറി ഇരിക്കുന്ന സമയത്ത് പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റിന് ഇത് ഓക്കെ ആട്ടോ. അതായത് എനിക്ക് അത്യാവശ്യം നല്ല ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് എനിക്ക് തോന്നി, അത് നല്ലൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് കാലൊക്കെ നല്ല പതിഞ്ഞ് നല്ല വൃത്തിക്ക് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൺസേണുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നോക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ സീറ്റും അത്യാവശ്യം നല്ല ഒരു കംഫർട്ടുള്ള സീറ്റുകളാണ്, സ്പ്ലിറ്റ് സീറ്റ്. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്. നമ്മൾ റെഡും ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലാക്ക് ആവുന്ന സമയത്ത് ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഇത് സ്ട്രൈറ്റ് ഹാൻഡിലാണ്. മറ്റേലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പ്ലിറ്റ് ഹാൻഡിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടി ഒരു കംഫർട്ട് കൂടുതൽ, അതിനകത്ത് ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പൊസിഷനും കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊസിഷനാണ്, അതും കൊള്ളാം. അപ്പം ആദ്യത്തെ ഒരു അപ്പിയറൻസ് എന്ന് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഈ ഒരു വണ്ടി മലപ്പുറം ജില്ലയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടി. മലപ്പുറം ജില്ലയിൽ കോട്ടക്കുന്ന് വെച്ചായിരുന്നു ഇതിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. ഒരു ഗംഭീരമായിട്ടൊരു സദസ്സിന് മുമ്പിൽ വെച്ചിട്ട് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോസ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സീറ്റ് സിംഗിൾ സീറ്റ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്, അതും കൊള്ളാം. പിന്നെ ഇനി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ്ങിനെ കുറിച്ചാണ്. ഒന്ന് എക്സോസ്റ്റ്, നല്ല നൈസ് എക്സോസ്റ്റ് ആട്ടോ. നേരത്തെ നമ്മൾ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം ഭയങ്കര ഒരു സ്പോർട്ടി എക്സോസ്റ്റ് നോട്ട് എന്ന് പറയാം. അപ്പോൾ സ്പോർട്ടി ഡിസൈനും സ്പോർട്ടി എക്സോസ്റ്റും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 14.5 PS പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് കേട്ടോ, 150cc. അപ്പോൾ അതും നല്ലൊരു കാര്യം. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വാഹനം റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എത്ര സ്പീഡിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആ ഒരു റേഷ്യോ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ത്രോട്ടിൽ റെസ്പോൺസ് നന്നായിട്ട് നമുക്ക് ഫീൽ ഗുഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈസി മാനുവറിങ് ആണ്. ഇപ്പം സിഗ്സാഗൊക്കെ അടിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, അതൊരു ട്രാഫിക്കിലൊക്കെ നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളായിട്ടുണ്ടോ നമുക്ക് സിഗ്സാഗൊക്കെ അടിച്ച് പോകാൻ ഒരു കുഴപ്പമില്ല. പിന്നെ കർവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഗ്രൗണ്ടഡ് ആണ്, കോൺഫിഡൻ്റ് ആണ്, ക്വാളിറ്റി ഉണ്ട്. അതും ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു കർവൊക്കെ നേരത്തെ നമ്മൾ കുറച്ച് 2 പ്രാവശ്യം ഓടിച്ചപ്പോൾ നമ്മളിപ്പം കർവൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. വണ്ടി പാളുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നൈസ്. അപ്പോൾ നല്ല സ്പീഡിലേക്ക് കൊണ്ടുവന്നു, 70-80 ഒക്കെ എത്തിച്ച്. പക്ഷേ കൂളാണ് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള കാര്യം. ഇപ്പോൾ ഞാനൊരു യൂട്ടേൺ ഇട്ടുകൊടുക്കുക വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. 5 ഗിയർ ട്രാൻസ്മിഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ KVRനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ ഡീലർഷിപ്പുകളിലും ബജാജ് അവൈലബിൾ ആണ്. ഇപ്പം മലപ്പുറം ജില്ലയുടെ കേസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, പെരിന്തൽമണ്ണയിലും തിരൂരും ഉണ്ട് എന്നുള്ളത്. ഇപ്പം KVR ബജാജിൻ്റെ മറ്റ് ഔട്ട്ലെറ്റുകളിലൊക്കെ പൾസർ അവൈലബിൾ ആട്ടോ. പിന്നെ അതുപോലെ തന്നെ മൈലേജിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് കമ്പനി അവകാശപ്പെടുന്ന 48 ആണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ടും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു 50-55 ആ ഒരു റേഞ്ചിലൊക്കെ പലപ്പോഴായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പം നമ്മളോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. നമ്മളിപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ ചോദിക്കുമല്ല, നമ്മൾ സുഹൃത്തുക്കളെ കാണുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, കിത്തനാത് എത്തിയല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് 55 കിട്ടുന്ന കാര്യം പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നുള്ള കാര്യം സൂപ്പറാട്ടോ. കാരണം ഒരു റൈഡറൊക്കെ ലോങ് ഡ്രൈവ് ഒക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ബൈക്ക് എടുക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ് ഒരു ഓൾ ഇന്ത്യ അടിക്കണം എന്നുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ഒരു ഓൾ ഇന്ത്യക്ക് അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു പേടിയില്ലാതെ ഒരു ഹാസിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, അതല്ലേ കാര്യം. പിന്നെ വണ്ടിൻ്റെ ക്യാരക്ടറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു മാനുവറിങ് സൂപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. 150cc ബെസ്റ്റ് വൺ അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ ഒരു 150cc കമ്മ്യൂട്ടർ ബൈക്കൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് നോക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊടുക്കുന്ന പൾസർ 150 എന്ന് പറയാം. ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല.
ബ്രേക്കൊക്കെ നൈസാണ്, സ്മൂത്ത്. ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കാം. എന്നെ ഓവർടേക്ക് ചെയ്ത് പുള്ളി പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അറിയാനും പിടിക്കാം. ബസ് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓ, ഇവരാണ് ഈ ബ്ലോക്ക് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ സ്പീഡ് പോയിക്കൂടെ കേട്ടോ. ഓവർ സ്പീഡ് പോകാനല്ല, അദ്ദേഹം വളരെ പതുക്കെ പോകുന്നത്. ഹൈവേയിൽ അത്ര പതുക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ബ്ലോക്ക് തന്നെ. അപ്പം ബ്രേക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ടിട്ട് ഇതിപ്പോൾ ഫ്രണ്ട് ബ്രേക്കാണ്. ഓക്കെ, നൈസ്. ഇത് ബാക്കാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രം ബ്രേക്ക് ആട്ടോ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. നേരത്തെ നമ്മൾ റെഡിനകത്ത് ഡിസ്ക് ബ്രേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. പെട്ടെന്ന് നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പാളുന്നില്ല. അതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ബ്രേക്ക് വേണം വരാം. പിന്നെ സസ്പെൻഷൻ അത് അടിപൊളി. നമ്മളൊരു ബാഡ് റോഡിലൊക്കെ ഇത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓടിച്ച സമയത്തൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ റൈഡ് ചെയ്യാൻ, അതായത് ആ ഒരു ബാഡ് ഫീൽ ഒന്നും റോഡിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഒരു നല്ല കാര്യമാണ്. റൈഡ് വെച്ച് നമുക്ക് വീണ്ടും പറയാം, റൈഡിന് പോകുന്ന സമയത്ത് ബാഡ് റോഡുകൾ ഉണ്ടാവാം, നല്ല റോഡുകൾ ഉണ്ടാവായിരിക്കും. അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൾസർ 150 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 1 ലക്ഷം രൂപയിൽ ബഡ്ജറ്റ് വരുന്ന ഒരു കമ്മ്യൂട്ടർ ബൈക്ക്, നല്ല മൈലേജോടുകൂടി, നല്ല സ്പോർട്ടി ലുക്കുള്ള, അത്യാവശ്യം നല്ല എക്സോസ്റ്റ് ഉള്ള, എന്നാൽ ഒരു 1 വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ്. അപ്പോൾ അതൊക്കെ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ബജാജിൻ്റെ P150 എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. KVR ബജാജിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആവശ്യമുള്ളവർക്കൊക്കെ ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്. തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു